അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാനിൻ്റെ ചില സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ സുന്നത്ത് മാത്രം എണ്ണിയാൽ ധാരാളം പറയാനുണ്ട്. ചില ആളുകൾ പലപ്പോഴുമായി ചോദിക്കുന്ന ചില വിഷയങ്ങൾ, ഒന്ന് കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിന് റമദാനിൻ്റെ രാത്രിയിൽ കുളിക്കൽ പ്രത്യേക സുന്നത്താണ്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് വെള്ളം പോകുമോ എന്നുള്ള ചില വിഷയങ്ങൾ, അത് ചില വിശ്വാസം ഉണ്ടാക്കുന്ന ചില ആളുകൾക്ക്. അത്രക്കാർ നിർബന്ധമായിട്ടും രാത്രി തന്നെ കുളിക്കുക, അപ്പോൾ ഈ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ അതല്ലെങ്കിൽ കുളിക്കുന്നതിന് വിരോധമൊന്നുമില്ല, ഉള്ളിലേക്ക് വെള്ളം എത്താതിരുന്നാൽ മതി. ഇനി എങ്ങനെയാണെങ്കിലും രാത്രിയിൽ കുളിക്കൽ സുന്നത്താണ്. പകലിലോ മറ്റോ വലിയ അശുദ്ധി ഉണ്ടായാൽ വളരെ വേഗത്തിൽ കുളിക്കുക സൂക്ഷിച്ചുകൊണ്ട്. അതല്ലാതെ സാധാ കുളികളൊക്കെയും രാത്രിയിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ആ ഒരു സുന്നത്തും കൂടി കിട്ടി, നമുക്ക് മറ്റുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും വരികയുമില്ല. അപ്പോൾ രാത്രിയിൽ കുളിക്കൽ സുന്നത്താണ്. അത്താഴ സമയത്ത്, രാത്രി എന്ന് പറഞ്ഞാൽ നോമ്പ് തുറന്നാൽ സുബ്ഹി ബാങ്കിന് മുമ്പ് ഏത് സമയത്തും കുളിക്കാം. രാത്രിയിൽ കുളിക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ റമദാൻ ശ്രദ്ധിക്കേണ്ട വേറൊന്നാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. ധാരാളം സ്വതക്കുകൾ ചെയ്യണം. നാം അതിനൊന്നും പിശുക്ക് കാണിച്ചുകൂടാ. വലിയ വലിയ മുതലാളിമാർ സ്വതക്ക എന്ന് പറയുമ്പോൾ വേറൊന്നും ശ്രദ്ധിക്കാനുണ്ട്. സക്കാത്ത് എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. സക്കാത്ത് മുതലാളിമാർ, ബിസിനസ്സുകാർ, കച്ചവടക്കാർ സക്കാത്തിൻ്റെ നിസാബും സക്കാത്തിൻ്റെ ആ മസാലയും കണക്കും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് കൊടുത്ത് വിടേണ്ടവർ നിർബന്ധമായും കൊടുത്ത് വിടണം. സക്കാത്തല്ല ഞാൻ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത്. സക്കാത്തിനിക്ക് റമദാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ചില ആൾ അങ്ങനെ വിചാരിച്ചു, റമദാനിൽ കൊടുക്കുന്നതൊക്കെ സക്കാത്തായിപ്പോയി, അതൊന്നും സക്കാത്താവില്ല. സക്കാത്തിൻ്റെ മസാലയിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. സക്കാത്ത് അവിടെ പറയാനുള്ളത്, സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവർ, മുതലാളിമാർ, കച്ചവടക്കാർ, അവരൊക്കെയും നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം. പക്ഷേ ആ സക്കാത്തിൻ്റെ മസാല പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ അവകാശികൾക്ക് എത്തിക്കണം. അതല്ലാതെ പള്ളിക്ക് കൊടുക്കുന്നതും മദ്രസക്ക് കൊടുക്കുന്നതും മറ്റുള്ള എങ്ങനെ ചെലവാക്കിയാലും അത് സക്കാത്താണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകളുണ്ട്. അവരോട് പറയാണ്, സക്കാത്തിൻ്റെ മുതൽ അങ്ങനെയല്ല. അത് അതിൻ്റെ അവകാശികൾ, ഫക്കീർ, മിസ്കീൻ, കടക്കാർ, ഇങ്ങനെ തുടങ്ങി 8 അവകാശികളെ നമുക്ക് മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം അതിൽ ഖുർആൻ തന്നെ വിശദമായത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ 8 അവകാശികളിൽ പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ കാണാനുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്തിക്കുന്ന ഏതാനും ചില അവകാശികൾ, അവരുടെ കയ്യിലേക്ക് തന്നെ സക്കാത്തിൻ്റെ മുതൽ, സക്കാത്തിൻ്റെ മസാലയും കണക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് കൊടുക്കണം. എങ്ങനെയെങ്കിലും കൊടുത്ത്, എന്തെങ്കിലും കുറച്ചും കൊടുത്ത് എന്നാൽ സക്കാത്ത് വീടിയെന്ന് ആരും പറയരുത്. സക്കാത്ത് കൊടുക്കാനുള്ള മാസമല്ല റമദാന്. റമദാനിലാണ് കണക്ക് പൂർത്തിയാകുന്നത്, കൊല്ലം പൂർത്തിയാകുന്നത്. എന്നാൽ റമദാന് സക്കാത്ത് കൊടുക്കാം. അതല്ലാതെ സക്കാത്ത് കൊടുക്കാനുള്ള മാസമല്ല. സക്കാത്തിൻ്റെ മസാല ഒന്ന് വേറെയാണ്. അതേസമയത്ത് റമദാനിൽ സ്വതക്ക അധികരിപ്പിക്കുക എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വതക്ക സുന്നത്താണ്. അപ്പോൾ അത് ധാരാളം അധികരിപ്പിക്കുക. അത് എങ്ങനെയൊക്കെ കഴിയുന്ന പാവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികൾ, കുടുംബക്കാർ, അവരൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരിലേക്ക് സ്വതക്കകൾ എത്തിക്കണം. പ്രത്യേകിച്ച് നോമ്പ് തുറപ്പിക്കൽ റമദാൻ്റെ സുന്നത്തും കൂടിയാണ്. അപ്പോൾ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വലിയൊരു പരിപാടി വെച്ച് ധാരാളം മുതലാളിമാർ മറ്റുള്ളവരൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കൽ മാത്രമല്ല നോമ്പ് തുറപ്പിക്കൽ. മറിച്ച് ഏതെങ്കിലും പാവപ്പെട്ട വീട്ടുകാർ, അവർ വെറും പാവപ്പെട്ടവരാണ്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ അയൽവാസികളെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ പരിചയത്തിലുണ്ട്. അവരിലേക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതും നോമ്പ് തുറപ്പിക്കൽ തന്നെയാണ്. കാരണം നാമൊക്കെയും വളരെ നല്ല സുഖത്തോടെ, നല്ല ഒരു കുറവുമില്ലാതെ എല്ലാ നിലക്കും ഏത് പേരിൽ അറിയപ്പെടുന്ന പല നിലക്കുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പാവങ്ങൾ, സുബ്ഹാനല്ലാഹ്, പലരുടെയും അവസ്ഥ എന്താണ്? നോമ്പ് തുറക്കാൻ നല്ലൊരു ഭക്ഷണം അവരെ സ്വപ്നത്തിൽ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവർക്കത് കിട്ടുന്നില്ല, അത്താൻ കഴിക്കാൻ കഴിയുന്നില്ല. ഈ നിലക്കുള്ള പാവങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ദയ കാണിച്ച് അവരിലേക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുക.
അവരോട് സഹകരിക്കുക, അവരെ സഹായിക്കുക. നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് സ്വതക്ക ചെയ്യൽ. അപ്പം ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ നാം പ്രത്യേകമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെല്ലാവരും നന്നാക്കി തരുമാറാവട്ടെ. അതേപോലെ തന്നെ നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടനെ തുറക്കൽ അതും സുന്നത്താണ്. അഥവാ ഇന്ന് മഗ്രിബ് ബാങ്ക് വിളിച്ചാൽ ഉടനെ നോമ്പ് തുറക്കൽ സുന്നത്ത്. സമയമായതിനു ശേഷം ഉടനെ എന്നുള്ളതാണ്. സമയമാവാതെ എന്തെങ്കിലും ഒരു ഭാവന വെച്ച് പെട്ടെന്ന് തുറക്കണമെന്നല്ല, അവിടെ നോമ്പ് ബാത്തിലായി പോകും. സമയമായി എന്ന് ഉറപ്പായാൽ പിന്നീട് അങ്ങോട്ട് പിന്തിപ്പിക്കാൻ പാടില്ല. വളരെ പെട്ടെന്ന് നോമ്പ് തുറക്കൽ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു നമ്മുടെ ഓരോരോ ക്ലാസ്സുകളും അവന് പൊരുത്തപ്പെട്ട് നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.